ഈ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് അതായത് ബോഡി ആർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മള് ഈ ബോഡി പാർട്സിനെ വെച്ച് പോലും കമന്റ് മോശമായ കഴിഞ്ഞ ദിവസം രീതിയിൽ ട്വിറ്ററിൽ വരാറുണ്ട്. എക്സിൽ കിടപ്പുണ്ട്, എന്തോരം ഇട്ടിട്ടുണ്ട്. ഞാൻ ഉം. ചോദിക്കുന്നത്, നമുക്ക് ദൈവം ഇത്രയെങ്കിലും ഭംഗി തന്നിട്ടുണ്ടോ ഉം. എന്ന് പറയാം. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഉം. പക്ഷെ നമ്മൾ ചിലപ്പം ചിലരുടെ നമ്മുടെ ഒരു റീലിൽ കൂടിയായിരിക്കും അവർ ആ സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറയാം. പിന്നെ ഉം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഗൗരി ഭാര്യയും ഭർത്താവും അവർ കമന്റ്സ് ഇങ്ങനെ അയക്കുമ്പോൾ പറയിട്ടുണ്ട്. കമന്റ്സ് മീൻസ് മെസ്സേജ്. ഉം. ഗൗരി, ഞങ്ങൾ രാത്രിയിൽ നിന്റെ റീല് കാണാറുണ്ട്, ഭാര്യയും അടുപ്പിച്ചിരുന്നിട്ട് കാണാറുണ്ട്. ഉം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്റെ ബിക്കിനി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ആ കമന്റ് അതെ. എനിക്ക് അയച്ചത്, മെസ്സേജ് അയച്ചിട്ട് എന്റെ ഭാര്യയും ഈ റീല് കാണാറുണ്ട്. ഉം. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതങ്ങനെ ചെയ്യൂ? അവർക്ക് ഓരോ മനുഷ്യർക്കും ഓരോരുത്തരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഉം. അവർക്ക് കാണേണ്ടവര് കാണും, ഉം. ചിലര് സന്തോഷിക്കേണ്ടവര് സന്തോഷിക്കും, ഉം. അല്ലാത്തവര് അത് കാണാതെ അങ്ങ് പോവുക. ഉം. അല്ലാതെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. കാരണം ഉം. അവർക്ക് വേറെ കാണണ്ടായെങ്കിൽ അവർക്കത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ നമ്മൾ ചൊല്ലിയിട്ട് രാവിലെ ചേട്ടാ ചേച്ചി എന്റെ റീല് കാണരുത്, ഫേസ്ബുക്ക് തുറന്നാലേ ഉം. എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുങ്ങളുടെ അപരാധം കാണാനാണോ ഡെയിലി ഞങ്ങൾ റീചാർജ് ഒരു മാസത്തേക്കല്ല ഈ ചേട്ടനും ചേച്ചിമാരും ഒക്കെ റീചാർജ് ചെയ്യുന്നതാണ്. ഒരു 99 489 ഉം. അങ്ങനെ കണ്ട് റീചാർജ് ചെയ്യും. ആ റീചാർജ് ചെയ്തിട്ട് ഞങ്ങളുടെ ഇത് കാണാൻ ഞങ്ങൾ പറയുന്നില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കാണുകയും ചെയ്യും, കുറ്റം പറയുകയും കുറ്റം ചെയ്യും. പറയും. അതെ. ഈ ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈൻഡ് ഓഫ് ഫോട്ടോഷൂട്ട് ഒക്കെ എങ്ങനെയാണ്? അത് നമ്മുടെ വരുമ്പം കണ്ടാൽ പോരായോ? എന്നാലും ഒരു ഐഡിയ നമ്മളൊരു ഒരുപാട് നല്ല പ്രേക്ഷകർക്ക്. കുറെ കണ്ടന്റുകൾ ഉണ്ട്. ഉം. നമ്മുടെ ഫോറിൻ രീതിയിൽ നോക്കുന്നതെന്ന് പറയുന്നത് ഉം. പുതിയത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വരും. ഈ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഡെയിലി കട്ട്ലേറ്റ് ഡെയിലി മനുഷ്യരെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഞെട്ടണം. നമ്മുടെ ഓരോ കണ്ടന്റുകൾ കണ്ടിട്ട് ഞെട്ടി 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 പോകട്ടെ. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതെ. അടുത്ത ജന്മത്തിൽ ഞാൻ ഇനി എന്തായിട്ട് വരും എന്നുള്ളത് എനിക്കറിയില്ല. ലാലേട്ടൻ പറയുന്ന പോലെ ലൈഫ് മാക്സിമം ഞാൻ ആസ്വദിക്കുക ഞാൻ എന്നുള്ളതാണ്. ആസ്വദിച്ചാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട രീതി, പിന്നെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഉം. പക്ഷെ ഞാൻ പറഞ്ഞു, നമുക്ക് ലിമിറ്റ് ഉണ്ട് ട്രാവൽ ഉം. ചെയ്യുന്നതിന്. അതുകൊണ്ട് ഒരുപാടൊന്നും രാവിലെ പോയാൽ വൈകിട്ട് വരും ആ ഒരു ഉം. രീതിയിൽ. എവിടെ പിന്നെ ഏറ്റവും പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം എവിടെയാ? അത് അഹങ്കാരമായി മാറും. ഇല്ലില്ല. യൂറോപ്യൻ കൺട്രിയാണ്. ആ. കാരണം അത് ഫോട്ടോസിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ട് ഉം. അങ്ങോട്ടൊരു പോകണമെന്നുണ്ട്. നെക്സ്റ്റ് അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അവിടെ ആവുമ്പോ ഈ ബിക്കിനി ഇട്ടാൽ അവിടെ ആരും പറയില്ല ഒന്നും. അതെ. നമ്മുടെ അൽഗോരിതം നമുക്ക് റിപ്പോർട്ട് തരില്ല, ഉം. ഒന്നും ചെയ്യില്ല. നൂഡ് വേണേലും അതിൽ ഇതിലേക്കൂടെ ചേച്ചിമാരൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ഒരു ഓവർകോട്ട് ഇട്ടുണ്ട്, ഒരു ഓവർകോട്ട് ഊരി കളയും, ഷൂട്ട് ചെയ്യും. ഉം. അതങ്ങനെയാണ്. അവിടെ ആരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വേഴാമ്പൽ പോലെ നിൽക്കില്ല. നമ്മുടെ ഇവിടാണ്. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ഇതെന്ന് പറഞ്ഞാൽ 100-ൽ ഒരു 10-15 പേരൊക്കെ അങ്ങനെ നിക്കത്തുള്ളൂ. അല്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം ഉം. ഇന്നതെന്നുള്ളത്. അല്ലാതെ ഇന്നടത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ അടി മേടിച്ചോണ്ട് അപ്പം പോവത്തേ ഉള്ളൂ. ആർക്കെങ്കിലും ഇങ്ങനെ അടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനോടും ഒന്നിനും ചേട്ടാ എന്താ ചേട്ടാ ഈ നോക്കി നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം അല്ലാതെ ഉം. ചേട്ടന്മാരെ അടിക്കാൻ അത് നമ്മള് ഉം. ഇച്ചിരി തലമുറ എണ്ണ തേക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മള് അങ്ങനെയൊന്നും ചെയ്യില്ല. ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോ ഫിലിംസിന് ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ പുതുതായിട്ട്? പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല, ഉം. നേരത്തെയൊക്കെ വന്നിട്ടുള്ളതേ ഉള്ളൂ. അതിലൊക്കെ ഉം. ചെയ്തതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ താല്പര്യമൊന്നും ഇല്ല. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ടോട്ടൽ? 10-12 മൂവി. ആ, എല്ലാം മലയാളം തന്നെയാണോ? ഒരു തമിഴില്, ഒന്ന് ആ. തമിഴ്, ബാക്കിയെല്ലാം മലയാളം. തമിഴ് ഒരുപാട് മുന്നേ ആണോ അതോ എങ്ങനെയാ? നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത്, കോവിഡ് സമയത്ത്. ഉം. ആരെങ്കിലും ഇങ്ങനെ ഫിലിം സ്റ്റാർ ആണ് എന്ന രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ട്? ഈ മോഡലിംഗ് അല്ലാണ്ട് നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ച ചേച്ചിയല്ലേ, ആ രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടോ? സവാരി എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തപ്പം ഉം. ആൾക്കാര് കണ്ടിട്ട് ഇന്നതാണ് ഉം. ഇന്നതാണെന്നും പറഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇച്ചിരി ഗ്ലാമർ ഒക്കെ കൂടിയെന്ന് പറഞ്ഞാൽ അന്ന് കാക്ക വെള്ളം കുടിക്കില്ല. ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഉം. അതിന്റെ കണ്ടന്റില് ആൾക്കാർക്ക് കണ്ടിട്ട് തിരിച്ചറിയുമായിരുന്നു. കാരണം ഹെയർ സ്റ്റൈലൊക്കെ ഹെയർ ഉണ്ടായിരുന്നു ഉം. അന്നത്തെ സമയം. ഈ ഒന്നാമത് ഈ ബോൾഡ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ സൊസൈറ്റി അമ്മാവന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. എന്തിനാ പാവങ്ങൾ അമ്മാവന്മാരും അപ്പച്ചന്മാരും എല്ലാരും എന്റെ ഫാൻസ്. അവരെ ഞാൻ ഒന്നും ആക്ഷേപിക്കില്ല. അവരുണ്ടെങ്കിലാണ് എനിക്ക് മുൻപോട്ടൊരു എനർജി എന്ന് പറയുന്നത്. അവരൊരിക്കലും ഞാൻ ഈ ആക്ഷേപിക്കില്ല. ഗൗരിയുടെ ഫാൻസിൽ ഏറ്റവും കൂടുതൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളാ? മനുഷ്യരുണ്ട്. എല്ലാ മനുഷ്യരും എല്ലാരും ഉണ്ട്. ഉണ്ട്. ചേച്ചിമാരും ഉണ്ട്, ചേട്ടന്മാരും ഉണ്ട്, അപ്പച്ചന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ ആരെയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവരും എനിക്ക് അവരുടെ കമന്റ്സുകൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അവര് വന്നിട്ടൊരു ലവ്, ഒരു എംബ്ലം ഇട്ടിട്ട് ആ ഒരു സിമ്പിൾ ഇട്ട് പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഇതാണ്. അല്ലാതെ മറ്റേ ഹിന്ദിക്കാരാണ് എന്നെ വന്നിട്ട് കൂടുതലും തെറി പറയുന്നത്. മനസ്സിലാവാറുണ്ടോ ഹിന്ദി? ഞാൻ വായിക്കാറ് പോലും ഇല്ല. ഞാനപ്പോ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഹിന്ദിയിലും ഹിന്ദി ഉണ്ട് നമുക്ക് ഹിന്ദി അറിയില്ല ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് ഇങ്ങനെ ഒരു സ്മൈലി ഇട്ട്, കണ്ണ് തള്ളിക്കുന്ന ഒരു സ്മൈലി ഇട്ടു. അല്ലാതെ ഞാൻ ആരുടെയും കമന്റുകൾക്ക് അങ്ങനെ അത്യാവശ്യമുള്ള ഒരു കുറച്ച് പേർക്ക് മാത്രം ഫസ്റ്റ് റീൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് ഒരു 15-20 ഒക്കെ ലൈക്ക് കമന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് മാത്രം കൊടുത്ത് അവിടെ നിർത്തും.
ഉം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സൊസൈറ്റി അമ്മാവന്മാർ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്ന ഈ ബോൾഡ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആളുകളെ ഇവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇവര് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനോട് എന്താ തോന്നുന്ന അഭിപ്രായം? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. കാരണം ഉം, ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞതാണെങ്കിൽ നമുക്ക് പറയാമെന്ന് പറയാം. ഉം, ഇപ്പൊ അമ്മാവന്മാരാണെങ്കിലും നല്ല സുഹൃത്തുക്കളാണ്. രാവിലെ ഗുഡ് മോർണിംഗ് ഗൗരി, എവിടെയാണ്, എന്തുണ്ട് വിശേഷം, ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഇന്ന് വർക്ക് ഉണ്ടോ, ഉം, ഇങ്ങനെയൊക്കെ ഉം, ചോദിക്കുന്നതാണ്. അല്ലാതെ മോശമായിട്ടൊന്നും ഉം, അവരൊന്നും ആരും ഇപ്പൊ ഈ ഒരു ഏജ് അല്ലാത്തവരും ഉം, എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഉം, ചിലര് പറഞ്ഞു വന്നാൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഫേക്കിലോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലോ ഉം, വന്നിട്ട് എന്തെങ്കിലും കിടന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്റെ ഒരു ഇഷ്ടപ്പെട്ടിട്ട് ഉം, ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഒരു ഇതില്ല. ഉം, അല്ലാതെ ചൊറിയുന്ന കുറച്ച് പേരേ ഉള്ളൂ. അത് ഫേക്ക് അക്കൗണ്ടുകൾ, അത് ഉം, നോക്കിയിരുന്നിട്ട് ഉം. വരുന്നവരാണ്. നേരത്തെ ഒരു ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ, അടുക്കളക്കാരി ജാനു. ഇപ്പൊ എങ്കിലും ആരെങ്കിലും ആ പേരില് വിളിക്കാറുണ്ടോ? ഇല്ല, ഒരു തമാശയായിട്ടോ ഡബിൾ മീനിങ് ആയിട്ടോ? അത് ഞാൻ പോയിട്ട് ഉമ്മർ ലുലുവിന്റെ പോസ്റ്റിൽ പോയിട്ട് അടുക്കളക്കാരി ജാനുവിന്റെ ഒരു വേഷം എനിക്ക് തരുമോ എന്ന് ഞാനാണ് പറയുന്നത്. ആ, ആ കൺ അതെന്തായിരുന്നു കഥ? ഒന്ന് ഫുൾ ആയിട്ട് പറഞ്ഞു. പുള്ളിയുടെ ഒരു സിനിമയുടെ എന്തോ ഒരു പോസ്റ്റർ ഇറക്കി. ആ, അപ്പൊ അതിന്റെ അകത്ത് എല്ലാവരും വന്ന് പുള്ളീനെ ട്രോളുന്നു. ഉം, അപ്പൊ എന്റെ ഒരു മീൻ വെട്ടുന്നതല്ല, ഒരു വെട്ടുകത്തിയും പിടിച്ചിട്ട് ഞാൻ ഉം, ഇരിക്കുന്ന കാലയിലൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം, ആ ഹെന്നയുടെ ഇത് നോക്കിയിട്ട് ഉം, ഞാനായിട്ട് പറഞ്ഞു, ചേട്ടാ ഉമ്മർ ലുലുവിന്റെ ആണോ വേറൊരാൾ ഇട്ട ഉം, പോസ്റ്റിലാണ് ആ കമന്റ് വരുന്നത്. ഉം, ചേട്ടാ അടുക്കളക്കാരി ജാനുവിന് ഒരു വേഷം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഉം, ഈ അടുക്കളക്കാരി ജാനുവിന്റെ വേഷം തരുമോ എന്ന് ചോദിച്ചിട്ട് ചറപറ ഈ കമന്റ് ലൈക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇതാണ്, ഈ ആ, വാളൊക്കെ പിടിച്ച് ഉം, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അടുത്തത് ഇത് കൊണ്ടുപോയിട്ടിട്ടുള്ള സലീം കുമാറിന്റെ മുഖവും വെച്ചിട്ട് എന്തോ വലിയ ഇതാക്കി വെച്ചു. ഉം, പിന്നെ കൊരങ്ങിന്റെ മുഖം കൊണ്ടുവന്ന് വെച്ചു. ഉം, അപ്പൊ ആ ഒരു കമന്റ്സ് ഫുൾ ഇതാണ് വരുന്നത്. ഈ കൊരങ്ങിന്റെ മുഖം, ഉം, മുണ്ടും ബ്ലൗസും, സലീം കുമാർ സാറിന്റെ ഫേസ്, ഉം, പിന്നെ ഇന്ദ്രൻ ചേട്ടന്റെ ഫേസ് കൊണ്ടുവന്ന് മുഖത്ത് വെച്ചു. അങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിച്ചിട്ട്, ഉം, കോപ്രായം മീൻസ് അവരൊക്കെ നല്ല നടന്മാരാണ്, അവരെ മോശമല്ല ഞാൻ പറഞ്ഞു. ഉം. എന്റെ പിക്ചർ കൊണ്ടുപോയിട്ട് കളിയാക്കാൻ വേണ്ടി. കളിയാക്കാൻ ഉം, വേണ്ടിയിട്ട് ട്രോൾ ഉണ്ടാക്കി. ഉം, ഈ ട്രോൾ ഉണ്ടാക്കി ആ ഒരു കമന്റിൽ കുറെ ലൈക്സ് കയറിപ്പോയി. ഉം, ഇതൊക്കെ എവിടൊക്കെയോ ട്രോളായിട്ട് വന്നു. ഉം. ഈ പിന്നെ പുള്ളിക്ക് ഇന്ദ്രൻ ഈ ഒമർ ചേട്ടന്റെ, ലുലുവെ പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. പക്ഷെ ഞാൻ കോണ്ടാക്ട് അല്ല, അല്ല ഈ നമുക്ക്, കമന്റ് കണ്ടിട്ട്. കമന്റ് ആണ് നമ്മളത്. ഉം, അതൊക്കെ ഏത് പോസ്റ്റിലാണെന്ന് പോലും ഇപ്പൊ എത്രയോ കൊല്ലമായി. ആ കമന്റ് ഉം, കിടന്നിട്ട് എന്റെ ഫോട്ടോയും ഈ സെലിബ്രിറ്റീസിന്റെ ഉം, ഫേസും വെച്ചിട്ട് ഉം. ട്രോളിയപ്പോഴത്തേക്ക് ഞാൻ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഇത് കൊണ്ടുവന്ന് അങ്ങ് പോസ്റ്റ് ചെയ്തു. ഓ. നമ്മളിത് പറഞ്ഞ അതാണ് ഈ അടുക്കളക്കാരി ജാനുവിന്റെ ആ വേഷം ഉം, കിട്ടുമോ എന്ന് ചോദിച്ചതെന്ന് പറയണം. ഉം. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എന്ത് റോള് ചെയ്യാനാണ് ആഗ്രഹം? ഒരു അടുക്കളക്കാരി ജാനു, മീൻ വെട്ടുന്ന റോള്, മീൻ കൊണ്ടുപോകുന്ന റോള്, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഉം. ചെയ്യും. കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും.